നമ്മൾ നമ്മൾ ഉന്നയിച്ച 15 ആവശ്യങ്ങളിൽ കുറച്ചൊക്കെ ആവശ്യങ്ങൾ പുള്ളി എടുത്തു പറഞ്ഞു. അക്കാഡമിക് കലണ്ടർ കേന്ദ്രീകൃതമാക്കുന്നതിനെ പറ്റിയും നമ്മുടെ റീവാലുവേഷൻ അതിനെപ്പറ്റിയുള്ള ഒരു സംശയത്തിലാണ് തുടങ്ങുന്നതെങ്കിലും അവർ കൃത്യത തന്നു. ഡബിൾ വാല്യുവേഷൻ കൊണ്ടുവരുന്നതിൻ്റെ കൂടെ തന്നെ റീവാലുവേഷനും ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് കൃത്യമായിട്ട് നൽകാൻ സാധിച്ചു. പിന്നീട് അങ്ങോട്ട് നമ്മൾ ഫീസ് വർധനവിനെ പറ്റി ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ അത് ചർച്ച ചെയ്യാമെന്ന് സിൻഡിക്കേറ്റിൽ വെച്ച് കൃത്യമായിട്ട് ചർച്ച ചെയ്യാമെന്ന് നമുക്ക് ഉറപ്പ് നൽകി. നമ്മൾ ഉന്നയിച്ച 15 ആവശ്യങ്ങളിൽ 4-5 ആവശ്യങ്ങൾ പുള്ളി നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായി സിൻഡിക്കേറ്റിൽ ചർച്ച ചെയ്യാമെന്ന് നമുക്ക് ഉറപ്പ് നൽകി. അപ്പോൾ ഓണം കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു, സിൻഡിക്കേറ്റ് കൂടാന്നാണ് നിലവിൽ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ താൽക്കാലികമായി നമ്മൾ യൂണിവേഴ്സിറ്റി സമരം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളില്ലാത്തൊരു സാഹചര്യത്തിൽ നടക്കില്ല. ഓണത്തിൽ നമ്മൾ കോളേജുള്ള ദിവസം അല്ലെങ്കിൽ വർക്കിംഗ് ഡേയ്സിൽ മാത്രമാണ് നമ്മൾ സമരം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി അവധിയിൽ പോകുന്നൊരു പീരീഡിൽ നമ്മൾ സമരം ചെയ്യുന്നത് പ്രായോഗികമായിട്ട് പറ്റുന്നൊരു കാര്യമില്ല. വിദ്യാർത്ഥികൾ വേണം സമരങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ. അപ്പം താൽക്കാലികമായി നമ്മൾ സമരം ഇവിടെ നിർത്തുകയാണ്. പിന്നെ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം എന്താണെന്ന് അറിയുന്ന മുറയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, സമരം തുടരണോ വേണ്ടോ എന്നുള്ള ആലോചന നടത്തും. അതും ഒരു കൂട്ടമായിട്ടുള്ള തീരുമാനമായിരിക്കും. ഇതിൽ കൂടുതലും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് അന്തിമമായിട്ടുള്ള തീരുമാനം. അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ പുറത്തു നിന്നാണെങ്കിലും യൂണിവേഴ്സിറ്റിക്ക് പുറത്തു നിന്നാണെങ്കിലും RT കൊടുത്തിട്ടാണെങ്കിലും ഏറ്റെടുക്കുന്നതായിരിക്കും. നിലവിൽ അവസാനിപ്പിക്കുക, താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കും.